ഷാഡോ ലേണിംഗ് സൊല്യൂഷൻസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്കാണ് ഓഡിറ്റ് മാനുവൽ. ഒരു ഓഡിറ്ററുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള അനേക വിവരങ്ങൾ അടങ്ങിയ പ്രാക്ടിക്കൽ ഗൈഡ് ലൈൻസ് നൽകുന്ന ഒരു ഹാൻഡ് ബുക്കാണ് ഓഡിറ്റ് മാനുവൽ എന്നത്. ഓഡിറ്റ് മാനുവലിന്റെ ഒബ്ജക്റ്റീവ്സ് എന്നത് കോഓപ്പറേറ്റീവ് ഓഡിറ്റേഴ്സിന് പ്രാക്ടിക്കൽ ഗൈഡ് ലൈൻസ് നൽകുന്ന ഒരു ഹാൻഡ് ബുക്കായി പ്രവർത്തിക്കുക, ഡിപ്പാർട്ട്മെന്റിന്റെ ഇൻസ്ട്രക്ഷൻസ് അടങ്ങുന്ന ഒരു പ്രാക്ടിക്കൽ ഹാൻഡ് ബുക്കായി പ്രവർത്തിക്കുക, ഓഡിറ്റിന്റെ ക്വാളിറ്റി മെച്ചപ്പെടുത്തുക, ഓഡിറ്റിന്റെ സ്റ്റാൻഡേർഡ് വർദ്ധിപ്പിക്കുക. ഇതൊക്കെയാണ് ഓഡിറ്റ് മാനുവലിന്റെ ഒബ്ജക്റ്റീവ്സ്. സ്കോപ്പ് ഓഫ് ഓഡിറ്റ് മാനുവൽ നമ്മൾ കണ്ടു. ഓഡിറ്റ് മാനുവൽ എന്നത് ഓഡിറ്റിന്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നു, അതോടൊപ്പം ഓഡിറ്റ് വർക്കിന്റെ സ്റ്റാൻഡേർഡും വർദ്ധിപ്പിക്കുന്നു. രജിസ്ട്രാറുടെ കാലാനുസൃതമായ സർക്കുലേഴ്സ് അനുസരിച്ച് ഓഡിറ്റ് വർക്ക് നടത്തുക, അതുപോലെ വ്യത്യസ്ത സഹകരണ സംഘങ്ങളിൽ നടത്തേണ്ട ഓഡിറ്റ് നടപടിക്രമങ്ങൾ വ്യക്തമാക്കുക. അതായത് ഒരു പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റിയിൽ ഓഡിറ്റ് പോലെ ആയിരിക്കില്ല ഒരു ഡയറി സൊസൈറ്റിയിലെ ഓഡിറ്റ്. അപ്പൊ വ്യത്യസ്ത സഹകരണ സംഘങ്ങളിൽ ഓഡിറ്റ് എന്ന വ്യത്യസ്തമാണ്. ഇത്തരത്തില് പലതരം സൊസൈറ്റികളിൽ നടത്തേണ്ട ഓഡിറ്റിന്റെ നടപടിക്രമങ്ങൾ വ്യക്തമാക്കുന്ന ഹാൻഡ് ബുക്കാണ് ഓഡിറ്റ് മാനുവൽ എന്നത്. വെരിഫിക്കേഷൻ ഓഫ് ക്യാഷ് ബാലൻസ്, വാല്യൂഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്, എക്സാമിനേഷൻ ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ, പ്രിപ്പറേഷൻ ആൻഡ് സബ്മിഷൻ ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട്, സമ്മറി ഓഫ് ഡിഫെക്ട്സ്, പ്രിപ്പറേഷൻ ഓഫ് ഓഡിറ്റ് പ്രോഗ്രാം, ചാർജിംഗ് ഓഫ് ഡിപ്രീസിയേഷൻ, ക്രിയേഷൻ ഓഫ് റിസർവ്, ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ. ഇതൊക്കെ ഈ ഓഡിറ്റ് മാനുവൽ അനുസരിച്ചാണ് ഓഡിറ്റേഴ്സ് തയ്യാറാക്കുന്നത്. അടുത്തത് സമ്മറി ഓഫ് ഡിഫെക്ട്സ്. ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓഡിറ്റിൽ എന്തെങ്കിലും ഡിഫെക്ട്സ് കണ്ടെത്തി കഴിഞ്ഞാൽ അത് അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തി അഡ്മിനിസ്ട്രേറ്റീവ് വിങ്ങിനെ അറിയിക്കുന്നത് സമ്മറി ഓഫ് ഡിഫെക്ട്സിലൂടെയാണ്. പിന്നീട് ഇത്തരം ഡിഫെക്ട്സ് ആവർത്തിക്കാതിരിക്കാനുള്ള മുന്നറിയിപ്പും കൂടി നൽകുന്നു. പിന്നെ ഈ മേൽപ്പറഞ്ഞ സൊസൈറ്റി ഒരു അഫിലിയേറ്റഡ് സൊസൈറ്റി ആണെങ്കിൽ മറ്റേ സൊസൈറ്റിയെ കൂടി ഇത് അറിയിക്കുന്നു. ഓഡിറ്റ് സർട്ടിഫിക്കറ്റിന്റെ പൂർണ്ണ രൂപം ജനറൽ ബോഡി അല്ലെങ്കിൽ റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിക്ക് മുൻപിൽ അവതരിപ്പിക്കുക എന്നത് മാനേജിംഗ് കമ്മിറ്റിയുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഓഡിറ്റർ ഈ മെമ്മോറാണ്ടം ഓഫ് ഡിഫെക്റ്റ് മാനേജിംഗ് കമ്മിറ്റിക്ക് നൽകണം. മാനേജിംഗ് കമ്മിറ്റി ഇത് ജനറൽ ബോഡിക്ക് മുമ്പിൽ അവതരിപ്പിക്കണം. ഇതോടൊപ്പം ഓഡിറ്റ് സർട്ടിഫിക്കറ്റിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന ഡിഫെക്ട്സും ആ ഡിഫെക്റ്റുകളുടെ ഒരു റെക്ടിഫിക്കേഷൻ റിപ്പോർട്ടും ജനറൽ ബോഡിക്ക് മുമ്പിൽ അവതരിപ്പിക്കേണ്ടതാണ്. ഇത്തരത്തിലുള്ള ഡിഫെക്ട്സ്, സീരിയസ് ഡിഫെക്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പാർട്ട് ബിയിലാണ് അവതരിപ്പിക്കേണ്ടത്. ഈ ഡിഫെക്റ്റുകളുടെ ഒരു റെക്ടിഫിക്കേഷൻ റിപ്പോർട്ട് DCAക്കും രജിസ്ട്രാർക്കും ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടി 2 മാസത്തിനകം സമർപ്പിക്കേണ്ടതാണ്. സമ്മറി ഓഫ് ഡിഫെക്ട് എന്നത് ഓഡിറ്റർ മാനേജിംഗ് കമ്മിറ്റിക്ക് സബ്മിറ്റ് ചെയ്യണം. മാനേജിംഗ് കമ്മിറ്റി അത് ജനറൽ ബോഡി അല്ലെങ്കിൽ റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിക്ക് മുമ്പിൽ അവതരിപ്പിക്കണം. സീരിയസ് ഡിഫെക്ട്സ് ആണെങ്കിൽ അത് പാർട്ട് ബിയിലാണ് അവതരിപ്പിക്കേണ്ടത്. ക്ലാസസ് ഓഫ് ഓഡിറ്റ് വിത്ത് റെസ്പെക്ട് ടു ഓർഗനൈസേഷണൽ സ്ട്രക്ചേഴ്സ്. അതായത് ഒരു ഓർഗനൈസേഷന്റെ സ്ട്രക്ചർ അനുസരിച്ച് ഓഡിറ്റ് പലവിധമുണ്ട്. ഒന്നാമത്തേത് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്, അതായത് നിയമപരമായ ഓഡിറ്റ്. അതായത് ഇത്തരത്തിലുള്ള ഓഡിറ്റ് നടത്തുന്നതിൽ ഏതെങ്കിലും ഒരു നിയമം ഉണ്ടാകും, ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ആ ഓഡിറ്റ് നടത്തപ്പെടുന്നത്. ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തപ്പെടുന്ന ഓഡിറ്റ് ആണ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്. കേരളത്തിലെ കോഓപ്പറേറ്റീവ് സൊസൈറ്റികളാണെങ്കിൽ കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് അനുസരിച്ചാണ് ഓഡിറ്റ് നടത്തപ്പെടുന്നത്. അപ്പൊ ആ ഒരു കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് എന്നത് ഒരു നിയമമാണ്. ആ നിയമം മൂലം നടത്തപ്പെടുന്ന ഓഡിറ്റ് ആണ്. അതുകൊണ്ട് കേരളത്തിലെ കോഓപ്പറേറ്റീവ് ഓഡിറ്റ് എന്നത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് ആണ്. ഇത്തരത്തിൽ ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തപ്പെടുന്ന ഓഡിറ്റ് ആണ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്. കമ്പനീസ് ഓഡിറ്റ്, അതായത് കമ്പനീസ് ആക്ട് 2013 ഇത് പ്രകാരം രജിസ്റ്റർ ചെയ്ത കമ്പനികളിൽ നടത്തുന്ന ഓഡിറ്റ് ആണ് കമ്പനി ഓഡിറ്റ്. അപ്പൊ കമ്പനി ആക്ട് എന്നത് ഒരു നിയമമാണ്, നിയമം മൂലം നടത്തപ്പെടുന്ന ഓഡിറ്റ് ആണ്. ഈ കമ്പനി ഓഡിറ്റ് എന്നത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് ആണ്. ബാങ്കിങ് കമ്പനീസ് ഓഡിറ്റ്, അതായത് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 അനുസരിച്ച് രജിസ്റ്റർ ചെയ്യപ്പെട്ട സൊസൈറ്റികളിൽ നടത്തുന്ന ഓഡിറ്റ് ആണ് ബാങ്കിങ് കമ്പനീസ് ഓഡിറ്റ്. കോഓപ്പറേറ്റീവ് ഓഡിറ്റ്, കോർപ്പറേഷൻ എന്നത് ഒരു സ്റ്റേറ്റ് സബ്ജക്റ്റ് ആണ്. ഓരോ സ്റ്റേറ്റിനും പ്രത്യേകം കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഉണ്ട്. ഇപ്പൊ കേരളത്തിൽ
സൊസൈറ്റികളാണെങ്കിൽ കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഇത്തരത്തിൽ നടത്തപ്പെടുന്ന കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 അനുസരിച്ച് നടത്തപ്പെടുന്ന ഓഡിറ്റ് ആണ് കോഓപ്പറേറ്റീവ് ഓഡിറ്റ്. ഈ ആക്ട് പ്രകാരം കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ട സൊസൈറ്റികളിൽ നടത്തപ്പെടുന്ന ഓഡിറ്റ് ആണ് കോഓപ്പറേറ്റീവ് ഓഡിറ്റ്. രണ്ടാമത്തേത് പ്രൈവറ്റ് ഓഡിറ്റ്. അതായത് നിയമം മൂലം നിർബന്ധമാക്കാത്ത ഓഡിറ്റ് ആണ് പ്രൈവറ്റ് ഓഡിറ്റ്. ഇത് വേണമെങ്കിൽ ചെയ്താൽ മതി, പ്രൈവറ്റ് ഓഡിറ്റ് നടത്തണമെന്ന് നിർബന്ധമില്ല. ഒരു സോൾ ട്രേഡിംഗ് കൺസേൺ അത്തരത്തിലുള്ള ബിസിനസ്സുകളിൽ നടത്തപ്പെടുന്ന പ്രൈവറ്റ് ഓഡിറ്റ് ആണ്. ബിസിനസ് നടത്തുന്ന വ്യക്തിക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം നടത്തിയാൽ മതി. ഇത്തരത്തിലുള്ള ഓഡിറ്റ് ആണ് പ്രൈവറ്റ് ഓഡിറ്റ്. മൂന്നാമത്തെ ടൈപ്പാണ് ഗവൺമെന്റ് ഓഡിറ്റ്. അതായത് ഗവൺമെന്റ് ഓഫീസുകളിലും ഡിപ്പാർട്ട്മെന്റുകളിലും നടത്തുന്ന ഓഡിറ്റ് ആണ് ഗവൺമെന്റ് ഓഡിറ്റ്. ഗവൺമെന്റ് ഓഫീസുകളിലും ഡിപ്പാർട്ട്മെന്റുകളിലും നടത്തുന്ന ഓഡിറ്റിന്റെ തലവൻ എന്നത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയാണ്. അതായത് CAG ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിലാണ് ഗവൺമെന്റ് ഓഫീസുകളിൽ ഓഡിറ്റ് നടത്തപ്പെടുന്നത്. അപ്പൊ ഇത് ഗവൺമെന്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ചാണ് ഇത്തരത്തിലുള്ള ഗവൺമെന്റ് ഓഡിറ്റ് നടത്തപ്പെടുന്നത്. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ അപ്പോയിന്റ് ചെയ്യുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 148 പ്രകാരമാണ്. നിലവിലെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ആരാണ് എന്ന് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ക്ലാസസ് ഓഫ് ഓഡിറ്റ് വിത്ത് റെസ്പെക്ട് ടു കണ്ടക്ട് ഓഫ് ഓഡിറ്റ്. അതായത് ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഓഡിറ്റിനെ പലതായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്നാമത്തേത് ഇന്റേണൽ ഓഡിറ്റ്. അതായത് ഒരു ഓർഗനൈസേഷനിലെ സ്റ്റാഫ് തന്നെ നടത്തുന്ന ഓഡിറ്റ് ആണ് ഇന്റേണൽ ഓഡിറ്റ്. അതായത് ട്രാൻസാക്ഷനുകൾ നടന്ന ശേഷം അതിന്റെ കറക്റ്റ്നെസ് വിലയിരുത്താൻ വേണ്ടി കണ്ടിന്യൂസ് ആയി നടത്തുന്ന ഒരു ഓഡിറ്റ് ആണ് ഇന്റേണൽ ഓഡിറ്റ്. ഇത് നടത്തുന്നത് ആ ഓർഗനൈസേഷനിലെ സ്റ്റാഫ് തന്നെയായിരിക്കും. ഈ ഇന്റേണൽ ഓഡിറ്റില് ട്രാൻസാക്ഷനുകൾ നടന്ന ശേഷമുള്ള ഒരു റിവ്യൂ, റെക്കോർഡുകളുടെ കറക്റ്റ്നെസ് വിലയിരുത്തുക, പ്രവർത്തനങ്ങൾ ഫലപ്രദമാണോ എന്ന് പരിശോധിക്കുക, ഇതൊക്കെ ഇന്റേണൽ ഓഡിറ്റിൽ ഉൾപ്പെടുന്നുണ്ട്. ഇന്റേണൽ ഓഡിറ്റ് നടത്തുന്നത് കണ്ടിന്യൂസ് ആയാണ്. ഒരു ബിസിനസ്സിലെ സാമ്പത്തികമായ ബിസിനസ് രീതികൾ അവലോകനം ചെയ്യാനായി ആ ഓർഗനൈസേഷന്റെ ഉള്ളിൽ തന്നെ നടത്തുന്ന ഒരു ഓഡിറ്റ് ആണ് ഇന്റേണൽ ഓഡിറ്റ്. ഇത് ഓപ്പറേഷണൽ ഓഡിറ്റ് എന്നും അറിയപ്പെടുന്നു. ഇന്റേണൽ ഓഡിറ്ററെ അപ്പോയിന്റ് ചെയ്യുന്നത് മാനേജിംഗ് കമ്മിറ്റിയാണ്. അതേസമയം എക്സ്റ്റേണൽ ഓഡിറ്ററെ അപ്പോയിന്റ് ചെയ്യുന്നത് ജനറൽ ബോഡിയാണ്. രണ്ടാമത്തേത് കൺകറന്റ് ഓഡിറ്റ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഓഡിറ്റ്. അതായത് കൺകറന്റ് ഓഡിറ്റ് എന്നത് ഒരു കണ്ടിന്യൂസ് ഓഡിറ്റ് ആണ്. ഒരു ഓഡിറ്റർ ഒന്നുകിൽ ഡെയിലി അല്ലെങ്കിൽ റെഗുലർലി അല്ലെങ്കിൽ പീരിയോഡിക്കലി ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ സന്ദർശിച്ച് അപ് ടു ഡേറ്റ് ആയിട്ട് അക്കൗണ്ടുകൾ പരിശോധിക്കുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അക്കൗണ്ടുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഓഡിറ്റ് വർക്കും നടക്കുന്നു. ഇത്തരത്തിലുള്ള ഓഡിറ്റ് ആണ് കൺകറന്റ് ഓഡിറ്റ്. അതായത് അക്കൗണ്ടുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഓഡിറ്റ് വർക്ക് നടക്കുന്നു. അതായത് വലിയ ബിസിനസ് നടക്കുന്ന സൊസൈറ്റികളിലും ഹ്യൂജ് ട്രാൻസാക്ഷനുകൾ നടക്കുന്ന സൊസൈറ്റികളിലുമാണ് ഈ ഒരു കൺകറന്റ് ഓഡിറ്റ് നടത്തപ്പെടുന്നത്. ഇത്തരത്തിലെ ഹ്യൂജ് ട്രാൻസാക്ഷനുകൾ നടക്കുന്ന സൊസൈറ്റികളും ലാർജ് വോളിയം ഓഫ് ബിസിനസ് ഉള്ള സൊസൈറ്റികളും കൺകറന്റ് ഓഡിറ്റേഴ്സിനെ ലഭിക്കാനായിട്ട് ഒന്നുകിൽ ഇൻഡിവിജ്വൽ സൊസൈറ്റി അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് സൊസൈറ്റി അവയുടെ റിക്വസ്റ്റ് അനുസരിച്ച് അവരുടെ സ്വന്തം കോസ്റ്റില് ഡിപ്പാർട്ട്മെന്റൽ ഓഡിറ്റേഴ്സിന് നൽകുന്നു. ഇത്തരത്തിലുള്ള ഓഡിറ്റേഴ്സ് ആണ് കൺകറന്റ് ഓഡിറ്റേഴ്സ്. അപ്പോൾ ഓഡിറ്റർ എന്നതൊന്നുകിൽ ഒരു സൊസൈറ്റിക്ക് വേണ്ടിയാകാം അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് സൊസൈറ്റി ഒന്നിലധികം സൊസൈറ്റികൾക്ക് വേണ്ടിയാകാം. അപ്പൊ അതിനുവേണ്ടി അവരുടെ സ്വന്തം കോസ്റ്റിലാണ് അവർ ഓഡിറ്റ് നടത്തുന്നത്. ഇതിനുവേണ്ടി ഡിപ്പാർട്ട്മെന്റിലേക്ക് അടക്കുന്നതാണ് ഓഡിറ്റ് കോസ്റ്റ് എന്നത്. ട്രാൻസാക്ഷനുകൾ റെക്കോർഡ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഓഡിറ്റ് വർക്കും നടക്കുന്നു. ഇത്തരത്തിലുള്ള ഓഡിറ്റ് ആണ് കൺകറന്റ് ഓഡിറ്റ്. അതായത് ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്ത് ഉടനെ തന്നെ ഫൈനൽ അക്കൗണ്ടുകൾ തയ്യാറാക്കാം എന്നതാണ് കൺകറന്റ് ഓഡിറ്റിന്റെ പ്രത്യേകത. അതായത് ട്രാൻസാക്ഷനുകൾ നടക്കുന്നതോടൊപ്പം തന്നെ ഓഡിറ്റ് വർക്ക് നടക്കുന്നു. ഇത്തരത്തിലുള്ള ഓഡിറ്റ് ആണ് കൺകറന്റ് ഓഡിറ്റ്. അതായത് ഓഡിറ്റ് ഈസ് ഡൺ സൈമൾട്ടേനിയസ്ലി. ട്രാൻസാക്ഷനുകൾ നടക്കുന്നതോടൊപ്പം തന്നെ ഓഡിറ്റ് വർക്ക് നടക്കുന്നു. ഇത്തരത്തിലുള്ള ഓഡിറ്റ് ആണ് കൺകറന്റ് ഓഡിറ്റ്. അടുത്തത് അഡ്വാൻറ്റേജസ് ഓഫ് കൺകറന്റ് ഓഡിറ്റ്. അതായത് ട്രാൻസാക്ഷനുകൾ നടക്കുന്നതോടൊപ്പം തന്നെ ഓഡിറ്റ് വർക്ക് നടക്കുന്നു. അതുകൊണ്ട്
മിസ്റ്റേക്കുകളും ഫ്രോഡുകളും എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ് കൺകറന്റ് ഓഡിറ്റിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അതോടൊപ്പം തന്നെ അവയുടെ റെക്ടിഫിക്കേഷനും നടത്താൻ സാധിക്കുന്നു. ഓഡിറ്റർ ഇത്തരത്തില് കൺകറന്റ് ഓഡിറ്റില് ഓഡിറ്റർ ഡെയിലി അല്ലെങ്കിൽ റെഗുലർലി അല്ലെങ്കിൽ പീരിയോഡിക്കല് ഇൻസ്റ്റിറ്റ്യൂഷനിൽ വന്ന് ഓഡിറ്റ് വർക്ക് നടത്തുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഓഡിറ്റർ സ്ഥിരമായി വരുന്നത് കൊണ്ട് ആ ബിസിനസിനെ കുറിച്ച് ഒരു ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു നോളജ് ഉണ്ടാവുന്നു. അപ്പൊ ഈ ഓഡിറ്റർ കൃത്യമായിട്ട് വരുന്നത് കൊണ്ട് സ്റ്റാഫുകളെ എല്ലാ അക്കൗണ്ടുകളും ബുക്കുകളും ഒക്കെ കൃത്യമായി അപ്ഡേറ്റ് ആക്കി വയ്ക്കാൻ ശ്രദ്ധിക്കുന്നു. അതോടൊപ്പം ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്ത് ഉടനെ തന്നെ ഫൈനൽ അക്കൗണ്ടുകൾ തയ്യാറാക്കാനും കൺകറന്റ് ഓഡിറ്റിലൂടെ സാധിക്കുന്നു. ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്ത് ഉടനെ തന്നെ ഫൈനൽ അക്കൗണ്ടുകൾ തയ്യാറാക്കാൻ സാധിക്കുമെന്നതാണ് കൺകറന്റ് ഓഡിറ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതോടൊപ്പം ബാലൻസ് ഷീറ്റ് ഒക്കെ എളുപ്പത്തിൽ തയ്യാറാക്കാനും സാധിക്കുന്നു. ഓഡിറ്റർ ഡെയിലി അല്ലെങ്കിൽ റെഗുലർലി അല്ലെങ്കിൽ പീരിയോഡിക്കലി വരുന്നത് കൊണ്ട് ഓർഗനൈസേഷനിലെ സ്റ്റാഫുകൾ ആ ഓർഗനൈസേഷനുകളിലെ ബുക്കുകളും അക്കൗണ്ടുകളും അപ്ഡേറ്റ് ആക്കി വയ്ക്കാനും ശ്രദ്ധിക്കുന്നു. അടുത്തത് ഫൈനൽ ഓഡിറ്റ് അല്ലെങ്കിൽ ആനുവൽ ഓഡിറ്റ് അല്ലെങ്കിൽ പീരിയോഡിക്കൽ ഓഡിറ്റ്. ഒരു ഓഡിറ്റർ ഫിനാൻഷ്യൽ ഇയറിന്റെ അവസാനത്തിൽ ഫൈനൽ അക്കൗണ്ടുകളെ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കി ഒരിക്കൽ മാത്രം നടത്തുന്ന ഓഡിറ്റ് ആണ് ഫൈനൽ ഓഡിറ്റ്. ഫൈനൽ ഓഡിറ്റിന്റെ പ്രത്യേകതകൾ: ഫിനാൻഷ്യൽ ഇയറിന്റെ അവസാനത്തിലാണ് ഫൈനൽ ഓഡിറ്റ് നടത്തുന്നത്. ബുക്കുകളും അക്കൗണ്ടുകളും ക്ലോസ് ചെയ്ത് ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത ശേഷമാണ് ഫൈനൽ ഓഡിറ്റ് നടത്തപ്പെടുന്നത്. അതായത് ഓഡിറ്റർ ഒറ്റയിരുപ്പിൽ ഓഡിറ്റ് വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നു. ഇത് അധികം ടൈം കൺസ്യൂമിംഗ് അല്ലാത്ത ഓഡിറ്റ് ആണ് ഫൈനൽ ഓഡിറ്റ്. ഓഡിറ്റർ ബുക്കുകളും അക്കൗണ്ടുകളും കൈവശം വച്ച് ഓഡിറ്റ് പൂർത്തിയാക്കി അതിനുശേഷം ക്ലയന്റ്സിന് റിട്ടേൺ ചെയ്യുന്നു. ഈ ഫൈനൽ ഓഡിറ്റ് എന്നത് സ്മോൾ ബിസിനസ്സുകൾക്കാണ് അനുയോജ്യം. ഫൈനൽ ഓഡിറ്റ് എന്നത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ആനുവൽ ഓഡിറ്റ് ആണ്. ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ കമ്പൽസറി ഓഡിറ്റ് ആണ് ഫൈനൽ ഓഡിറ്റ്. ഫൈനൽ ഓഡിറ്റിന്റെ സ്റ്റെപ്പുകൾ എങ്ങനെയാണ്? ആദ്യം ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്യുന്നു, അക്കൗണ്ടുകളെല്ലാം ബാലൻസ് ചെയ്യുന്നു, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും തയ്യാറാക്കുന്നു. ഫൈനൽ ഓഡിറ്റ് എന്നത് 1 ഏപ്രിലിലാണ് ടേക്കപ്പ് ചെയ്യുന്നത്. അസറ്റുകളുടെയും ലയബിലിറ്റികളുടെയും വാല്യുവേഷനും വെരിഫിക്കേഷനും നടത്തപ്പെടുന്നു. ബാലൻസ് ഷീറ്റുകൾ എക്സാമിൻ ചെയ്യുന്നു, അതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കുന്നു. അതായത് ഡെപ്യൂട്ടി രജിസ്ട്രാർക്ക് അല്ലെങ്കിൽ അസിസ്റ്റന്റ് രജിസ്ട്രാർക്കാണ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. അസിസ്റ്റന്റ് രജിസ്ട്രാർ അല്ലെങ്കിൽ ഡെപ്യൂട്ടി രജിസ്ട്രാർ ഓഡിറ്റ് റിപ്പോർട്ട് സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നു. അതിനുവേണ്ട മോഡിഫിക്കേഷൻസ് വരുത്തുന്നു. ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നു. അതോടൊപ്പം ഓഡിറ്ററുടെ റിപ്പോർട്ടും സമ്മറി ഓഫ് ഡിഫക്ട്സും അതിന്റെ റെക്ടിഫിക്കേഷനും ഉണ്ടായിരിക്കും. അടുത്തത് ടെസ്റ്റ് ഓഡിറ്റ്. ടെസ്റ്റ് ഓഡിറ്റ് എന്നത് കോഓപ്പറേറ്റീവ് ഓഡിറ്റിന്റെ മാത്രം പ്രത്യേകതയാണ് ടെസ്റ്റ് ഓഡിറ്റ്. അതായത് ഓഡിറ്റ് ശരിയായ രീതിയിൽ നടന്നിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഓഡിറ്ററുടെ ഓഡിറ്റ് വർക്കുകൾ ടെസ്റ്റിന് വിധേയമാക്കുന്നതാണ് ടെസ്റ്റ് ഓഡിറ്റ്. ഇത്തരത്തിൽ ഒന്നുകിൽ ഡെപ്യൂട്ടി രജിസ്ട്രാർ അല്ലെങ്കിൽ അസിസ്റ്റന്റ് രജിസ്ട്രാർ ആണ് ടെസ്റ്റ് ഓഡിറ്റ് നടത്തുന്നത്. ഒരു ഓഡിറ്റർ എന്നത് മിക്കവാറും ഒരു ഗ്രൂപ്പ് ഓഫ് സൊസൈറ്റികളുടെ ഓഡിറ്റ് നടത്താറുണ്ട്. അപ്പൊ ഈ ഒരു ടെസ്റ്റ് ഓഡിറ്റിൽ എന്തെങ്കിലും ഡിഫക്റ്റ് കണ്ടെത്തി കഴിഞ്ഞാൽ ആ ഓഡിറ്റർ ഓഡിറ്റ് ചെയ്ത മറ്റ് സൊസൈറ്റികളെ കൂടി ടെസ്റ്റ് ഓഡിറ്റിന് വിധേയമാക്കും. പിന്നെ വലിയ ട്രാൻസാക്ഷനുകൾ നടക്കുന്ന സൊസൈറ്റികളെ സംബന്ധിച്ച് ഒരു മാസത്തെ ട്രാൻസാക്ഷനുകളാണ് ടെസ്റ്റ് ഓഡിറ്റിന് വിധേയമാക്കുന്നത്. ഈ ടെസ്റ്റ് ഓഡിറ്റ് എന്നത് ഓഡിറ്ററുടെ പ്രസൻസിലാണ് നടത്തപ്പെടുന്നത്. ടെസ്റ്റ് ഓഡിറ്റിന് ശേഷം മാത്രമേ ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നുള്ളൂ. ടെസ്റ്റ് ഓഡിറ്റ് എന്നത് ഫൈനൽ ഓഡിറ്റിനോടൊപ്പം തന്നെയാണ് നടത്തപ്പെടുന്നത്. ഫീച്ചേഴ്സ് ഓഫ് ടെസ്റ്റ് ഓഡിറ്റ്. ടെസ്റ്റ് ഓഡിറ്റ് നടത്തുന്നത് ഒന്നുകിൽ ജോയിന്റ് ഡയറക്ടർ അല്ലെങ്കിൽ അസിസ്റ്റന്റ് ഡയറക്ടർ ആണ് ടെസ്റ്റ് ഓഡിറ്റ് നടത്തുന്നത്. ടെസ്റ്റ് ഓഡിറ്റ് എന്നത് അക്കൗണ്ടുകളുടെ ഒരു റീ ഓഡിറ്റ് ആണ്. കോഓപ്പറേറ്റീവ് ഓഡിറ്റിന്റെ മാത്രം പ്രത്യേകതയാണ് ടെസ്റ്റ് ഓഡിറ്റ് എന്നത്. ഒരു സെലക്ട് ചെയ്ത പീരീഡിലെ അക്കൗണ്ടുകളുടെ ഒരു റീ ഓഡിറ്റിനെയാണ് ടെസ്റ്റ് ഓഡിറ്റ് എന്ന് പറയുന്നത്. അതായത് ഫൈനൽ ഓഡിറ്റിന്റെ കറക്റ്റ്നെസ് പരിശോധിക്കാൻ വേണ്ടി നടത്തപ്പെടുന്ന റീ ഓഡിറ്റ് ആണ് ടെസ്റ്റ് ഓഡിറ്റ്. അടുത്തത് ഇന്ററിം ഓഡിറ്റ്. 2 ആനുവൽ ഓഡിറ്റുകൾക്കിടയിൽ നടത്തപ്പെടുന്ന ഓഡിറ്റ് ആണ് ഇന്ററിം ഓഡിറ്റ്.
അതായത് ആ ഒരു പീരീഡിലെ കംപ്ലീറ്റ് ആയ ട്രാൻസാക്ഷനുകളുടെ ഒരു റിവ്യൂ ഇന്ററിം ഓഡിറ്റിംഗിൽ നടക്കുന്നു. ഇത്തരത്തില് ഇന്ററിം ഓഡിറ്റ് നടത്തുക എന്നതിന്റെ ഉദ്ദേശം ഇന്ററിം ഡിവിഡന്റ് നൽകുക എന്നതാണ്. അടുത്തത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ്. കോപ്പറേറ്റീവ് ഓഡിറ്റിന്റെ മാത്രം പ്രത്യേകതയാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ്. ഒരു സാധാരണ ഓഡിറ്റർ എന്നത് അവിടുത്തെ ബുക്കുകളും അക്കൗണ്ടുകളും പരിശോധിക്കുന്നു, അതിന്റെ ഒരു റിവ്യൂ നടത്തുന്നു, അവയുടെ റിലയബിലിറ്റി പരിശോധിക്കുന്നു. എന്നാൽ കോപ്പറേറ്റീവ് ഓഡിറ്റർ എന്നത് ബുക്ക് ആൻഡ് അക്കൗണ്ടുകളുടെ പരിശോധന മാത്രമല്ല, കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് അനുസരിച്ചാണ് ആ ഒരു സൊസൈറ്റി പ്രവർത്തിക്കുന്നത്, മെമ്പേഴ്സിന്റെ എക്കണോമിക് വെൽഫെയർ നടക്കുന്നുണ്ട് എന്നുകൂടി പരിശോധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ഓഡിറ്റ് എന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് ആണ് എന്ന് പറയുന്നത്. അടുത്തത് ബാലൻസ് ഷീറ്റ് ഓഡിറ്റ്. സാധാരണ ഓഡിറ്റിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നടക്കുന്ന ഓഡിറ്റ് ആണ് ബാലൻസ് ഷീറ്റ് ഓഡിറ്റ്. ബാലൻസ് ഷീറ്റ് ഓഡിറ്റിൽ ഓരോ ഐറ്റംസും ചെക്ക് ചെയ്യുന്നു, അതോടൊപ്പം അതിന്റെ എവിഡൻസ് കൂടി പരിശോധിക്കുന്നു. ബാലൻസ് ഷീറ്റ് ഓഡിറ്റ് നടത്തുന്ന ഓഡിറ്റർ ഹൈലി സ്കിൽഡ് ആയിരിക്കണം, അതോടൊപ്പം ഇന്റേണൽ കൺട്രോൾ കൂടി ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ ബാലൻസ് ഷീറ്റ് ഓഡിറ്റ് നടത്താൻ സാധിക്കുകയുള്ളൂ. അടുത്തത് ഇന്റേണൽ കൺട്രോൾ. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ബിസിനസ് ശരിയായ രീതിയിൽ നടക്കാനും അസറ്റുകളെ സംരക്ഷിക്കാനും അക്കൗണ്ടുകളുടെ കൃത്യത, വിശ്വാസ്യത ഇവ പരിശോധിക്കാനും കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മാനേജ്മെന്റ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന ഒരു സിസ്റ്റമാണ് ഇന്റേണൽ കൺട്രോൾ. ഇന്റേണൽ കൺട്രോളിൽ ഇന്റേണൽ ചെക്കും ഇന്റേണൽ ഓഡിറ്റും ഉൾപ്പെടുന്നുണ്ട്. അടുത്തത് ഇന്റേണൽ ചെക്ക്. ഒരു വ്യക്തി ചെയ്യുന്ന വർക്ക് ഓട്ടോമാറ്റിക്കായി മറ്റൊരു വ്യക്തി കൂടി ചെക്ക് ചെയ്യുന്നു. ഇത്തരത്തിൽ നടത്തുന്ന ചെക്കിംഗ് ആണ് ഇന്റേണൽ ചെക്ക്. എറേഴ്സും ഫ്രോഡ്സും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ ഇന്റേണൽ ചെക്ക് സഹായിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ കൂട്ടുകാർക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.